ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ വിശേഷം എല്ലാവരും പങ്കുവെക്കണം കേട്ടോ. എനിക്കും എൻ്റെ ഫാമിലിക്കും അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതാ ഇന്നിമോളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രി മാക്സിലേക്ക് പോകുന്നൊരു വീഡിയോ ആണ്. ഇത് റമളാനിന് എടുത്തുവെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്തിടാൻ പോണത് ഇൻഷാ അല്ലാഹ്. അപ്പം ഞങ്ങൾ ഒരു രാത്രി 12 മണിക്കായാലും എല്ലാ പണി നിസ്കാരവും പുറത്തേക്കുള്ള ഫുഡൊക്കെ ആക്കിയതിൻ്റെ ശേഷമാട്ടോ പോണത്. അപ്പോൾ കാക്കിയും വരവനൊന്നും ഉണ്ടാവില്ല, അവർക്ക് രാത്രിയാണ് പണി. ഒരു ഫുഡ് ഇവിടെ നോമ്പ് തുറന്ന് നിസ്കരിച്ച് പോവും. പിന്നെ ഫുഡ് നമ്മൾ കൊടുത്തേക്കുക ചെയ്യുക. അതൊരു 9 മണി 10 മണിയൊക്കെ നമ്മൾ കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഞാൻ പ്രത്യേകം എടുക്കാൻ കാരണം ഇവിടെ ബലദീയൻ്റെ വണ്ടിയാണിത്. പിന്നെ അനുവദനീയമല്ലാത്ത സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്താലും ഒരു എടുത്തുകൊണ്ടുപോയാൽ പിന്നെ നമുക്ക് ഫൈൻ അടിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. അതിനൊക്കെ ഒരു ആദ്യം എന്നാലും അറിയാം ആൾക്കാർ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് വെക്കും, അപ്പോൾ കൊണ്ടുപോകും. അപ്പോൾ അതിന് വേണ്ടി വന്നോണ്ടേ. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. ഷാദിമോനും ഇന്നുമാണ് എൻ്റെ അടുത്തുള്ളത്. അസാനായിട്ട് മോള് റിഫ് മുന്നിൽ പോകുന്നുണ്ട്. കാരണം വെച്ചാൽ അസാനും ഷാദിമോനും ഒപ്പം എനിക്ക് ഭയങ്കര കച്ചറ. അപ്പോൾ ഷാദിമോനക്ക് അസാനും ഫസ്റ്റ് ആവണം. അപ്പോൾ ഷാദിമോൻ്റെ മുന്നിൽ ഓടിക്കുകയാണെങ്കിൽ പിന്നെ അതിനവിടെ നിന്ന് കച്ചറ നൊരിമിഴി നായിട്ട് വെക്കും. അപ്പം പിന്നെ ഓനെ ബാക്കിലാക്കി നടത്തുകയാണ് ഞങ്ങൾ ഷാദിമോനെ. അപ്പോൾ ഈ ഭാഗം നേരെ കുറച്ചൊരു ഇരുട്ടാണ് കേട്ടോ. അത് ഞങ്ങൾ പാർക്കിലേക്കൊക്കെ പോകുന്നത് ഇതിലാണ്. ഇവിടെ തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അങ്ങനെ ആ സ്ഥലമാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ ബാക്കിൽ നിന്ന് കിടന്ന റൂമിൽ നിന്ന് തന്നെ നോക്കിയാൽ കാണാം മാക്സിൻ്റെ ബിൽഡിങ്. പിന്നെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ കേട്ടോ. ഈ പോണ വൈക്കലാണ് എൻ്റെ ആങ്ങളുടെ റൂം. ഈ സിറ്റി മാക്സിൻ്റെ വൈക്കലാണ് കാക്കൻ്റെ റൂം. അതിലാണ് കേട്ടോ സിത്തും. നമ്മളങ്ങട്ടാ പാർക്കിൽക്കല്ല മാക്സിൽക്ക് മാക്സിൽക്ക് കേട്ടാ. പാർക്കിലല്ലോ, നമ്മൾ വണ്ടി എടുത്തില്ലല്ലോ. ഇതാണ് എൻ്റെ റൂം. ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ മാക്സ്. അവിടെ ഉണ്ട് മോഡലിട്ടോ. പെട്ടെന്ന് ഈ വണ്ടി നമ്മളെ നാട്ടിൽ കണ്ടില്ല, അവിടെ തന്നെ വരുന്നുണ്ട്. അത് അവർ ഇത് കണ്ണ് കഴിഞ്ഞ് അടുത്ത് കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഇതാണ് കേട്ടോ മാക്സ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോഴുള്ള ഡ്രസ്സ് പെരുന്നാളിനുള്ള ഡ്രസ്സ് എടുക്കണം. പിന്നെ പോകുമ്പോൾ നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ എടുക്കണം, ഓരോരുത്തർക്കൊക്കെ കൊടുക്കാനുള്ളത് അങ്ങനെയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കേട്ടോ. ഞങ്ങൾ വന്നതും ഒരു മാക്സിൽ വരുന്ന പണി. വന്നതിൽ മക്കൾക്കൊക്കെ കിട്ടുന്നുണ്ട് ഇതൊക്കെ എടുക്കാൻ വേണ്ടി വന്നീനി. പിന്നെ ഇടയിലൊക്കെ ഇങ്ങനെ വന്ന് നോക്കും. ഇവിടെ അടുത്തുള്ള ഷോപ്പ് നമുക്കിങ്ങനെ വെറുതെ വന്ന് നോക്കാനൊക്കെ പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ വന്ന് എടുക്കലുണ്ട്. അപ്പോൾ ഇത് പിന്നെ മോക്ക് ഇന്നൂന് എടുത്തില്ല. പോകുമ്പോഴുള്ള പെരുന്നാളിനൊരു ഉടുപ്പ് എടുത്താണ് കേട്ടോ. അത് ഫൈൻ ലുക്കാറിൻ്റെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഒരു ഉടുപ്പ്. അപ്പോൾ ഞങ്ങൾ പിന്നെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടൊരു ജീൻസിൻ്റെ മിഡിയാണ് മോൾ ഉദ്ദേശിക്കുന്നത്. അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. 2-3 ഷെയ്ഡ് വരുന്ന കിട്ടിയിട്ടില്ല. അപ്പം ഇനി പെരുന്നാളിലൊക്കെ സാധനം വന്നുകൊണ്ട് വന്നോന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് വന്നത്. അങ്ങനെയുള്ളൊരു ജീൻസിൻ്റെ ട്രൗസറൊക്കെ കണ്ടീനി, അതെടുത്തും ചെയ്തീനി. പക്ഷേ ട്രൗസറും മിഡിയല്ല, ട്രൗസറും ഒരു ടീഷർട്ടൊക്കെ കുറച്ചൊരു ഭംഗിയൊക്കെ ഉണ്ടേനി. പിന്നെ അതെടുത്ത് പിന്നെ ഓള് റെട്ടാഗ് പോയപ്പോൾ പിന്നെ അത് മാറ്റിച്ചിട്ടോ. റെട്ടാഗ് പോയപ്പോൾ പിന്നെ ഇത് മാറ്റി, റെട്ടാഗിൽ നിന്ന് വേറെ കിട്ടിയപ്പോൾ ഇത് മാറ്റി വേറെ എന്തൊക്കെ വാങ്ങിച്ച് അങ്ങനെയാണ്. പിന്നെ അങ്ങനെ എന്തൊക്കെ എനിക്കും എന്തൊക്കെ 1-2 സാധനമൊക്കെ വാങ്ങാനുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് 12 മണി, ഇവിടെ 12 മണി 1 മണി എന്നൊരു വിഷയമുള്ള കാര്യമില്ലല്ലോ. ഞാൻ ഒരു 4 ദിവസം മുന്നേ ഞാൻ തന്നെ ഒറ്റയ്ക്ക് വന്നീനി കുറച്ച് ഇതേമാതിരി സാധനം എടുക്കാൻ. അപ്പം കുറച്ച് എടുത്ത് പോവുകട്ടോ ചെയ്യുക. അപ്പം അങ്ങനെ വന്നിനി. ഇവിടെ വെച്ചാൽ നമുക്ക് പേടിയില്ലാതെ നടക്കാൻ പറ്റിയൊരു ഇതാണല്ലോ. അത് രാത്രി ഒന്നും ഒരിക്കലും പേടിക്കണ്ട. നമുക്ക് നാട്ടിലൊക്കെ ഒരു 12 മണി 1 മണിക്ക് ഇറങ്ങാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ഇറങ്ങുമ്പം ഇറങ്ങാൻ പേടി, ഇറങ്ങാൻ പറ്റൂല. അത് വേറെ കാര്യം. ഇറങ്ങിയാൽ തന്നെ അത് പേടി. എന്തെല്ലാം നമ്മൾ ഇതാക്കണം ആളുകളെ. ഇന്നത്തെ കാലത്ത് നമ്മളെ നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് നബിതങ്ങൾ പറഞ്ഞ മാതിരി അവസാന കാലഘട്ടത്തിൽ തീക്കട്ട കൈകൊണ്ട് പിടിക്കണ പോലത്തെ കാലങ്ങളാണ് പറഞ്ഞ മാതിരി. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ അത് ആണിനും പെണ്ണിനും വയ്യാത്തൊരു കാലമാണല്ലോ അല്ലേ. ഇപ്പോൾ ഭയങ്കര ഓരോന്ന് കേൾക്കണല്ലോ. ആ സ്ഥാനത്ത് ഇവിടെയൊക്കെ രാത്രി ഒന്നും ഒരു വിഷയമല്ല. ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ നോക്കിയാൽ ഒരു പെടും. കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവനടുത്ത് അടുത്തിടും. വേറെ ഒരു ചോദ്യം പറിച്ചിട്ടില്ല. പിന്നെ അവിടെ തന്നെ അങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ആരും അതിന് നിൽക്കൂല. ആഗ്രഹമുള്ളവർ പോലും നിൽക്കൂല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകട്ടോ. ഒന്നും പേടിക്കണം. ഇനി രാത്രി നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുക, നമ്മൾ ബാക്കിൽ നമുക്കിങ്ങനെ തോന്നില്ല ബാക്കിൽ ആരുണ്ടോ, അങ്ങനെ ഉണ്ടോ, അവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, അതൊന്നും നോക്കാം. നമ്മൾ കൂളായിട്ട് നമ്മൾ പോകാം. നമുക്കൊന്നും ഒരു പേടിയില്ല. ഞാനൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് നല്ല അറിയാം. ഇതാണ് കേട്ടോ നമ്മൾ മോക്ക് നോക്കിയത്. ഒരു മോനോട് ഞാൻ ഒന്ന് കാണിച്ചാന്ന് പറഞ്ഞ ഫോനെടുത്ത് കാണിച്ചു തരാണ്. അപ്പം പിന്നെ മോക്കത് വലിയൊരു തൃപ്തി ആകാൻ പിന്നെ റെട്ടാഗിൽ നിന്ന് കിട്ടിയോളൂ ഉദ്ദേശിച്ച സാധനം തന്നെ കിട്ടിയപ്പം പിന്നെ അത് മാറ്റി പിന്നെ ഇവിടുന്ന് വേറെ എന്തോ വാങ്ങിച്ചൊക്കെ ചെയ്ത്
അങ്ങനെ പിന്നെന്തേനി പിന്നെ വേറെ എന്തൊക്കെ എടുക്കാണ്ടേനി ടീഷർട്ടൊക്കെ എടുക്കാണ്ടേനി അങ്ങനെയൊക്കെ എടുത്ത് ഓർമ്മയില്ലേ കുറച്ച് ദിവസമായാലോ വീഡിയോ എടുത്ത് വെച്ചിട്ട്. ഇത് ഇവിടുത്തെ ചെരുപ്പിൻ്റെ ഒക്കെ കളക്ഷനാണ്. മുകളിലാണ് കേട്ടോ, നമ്മൾ മുകളിൽ കുട്ടികളുടേതാണ്, താഴെ ജെൻസിൻ്റെ ലേഡീസിൻ്റെ ഒക്കെ ആണ് കേട്ടോ. പിന്നെ അതിപ്പോൾ ചെരുപ്പിൻ്റെ ഒക്കെ കളക്ഷനാണ് ഇവിടെ. പെരുന്നാൾ ഞങ്ങൾ വന്നതിൽ സാധനം വളരെ കുറവേനി. പെരുന്നാളായിട്ട് നല്ല സാധനം വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള കുട്ടികൾക്കൊക്കെ ഉള്ള ഉടുപ്പ്. പിന്നെ നല്ല 45 റിയാൽ 80 റിയാലൊക്കെയാണ് ഒരു ഉടുപ്പിനൊക്കെ ഉള്ള വില കേട്ടോ. പിന്നെ അത് പെരുന്നാളൊക്കെ ആകുമ്പോൾ റേറ്റ് കൂട്ടാണല്ലോ, പെരുന്നാളാകുമ്പോൾ ഇനി കുറയുമോയെന്ന് അറിയൂല. അങ്ങനെയാണ്. അതൊക്കെ ചെരുപ്പാണ് കേട്ടോ. പിന്നെ അത് ഞാനിങ്ങനെ പെണ്ണുങ്ങളെ സെക്ഷനിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഭാഗത്തുനിന്ന് ഒരു ജീൻസ് എടുക്കാണ്ട് ഇനി അപ്പോൾ ഇങ്ങനെ ആ ഭാഗത്തേക്ക് വന്ന് നോക്കിയതാണ്. പിന്നെ അത് ജീൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് പിന്നെ കാക്കള്ളപ്പം എടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു ഇതാണ്ട് അറിയൂല. അപ്പോൾ പിന്നെ കാക്കള്ളപ്പം എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല, അത് ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ പിന്നെ കുട്ടിയൊക്കെ എടുത്ത് പിന്നെ വേറെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ആങ്ങളുടെ മോക്കും ഒക്കെ എടുക്കാണ്ടേനി, മാന്യത്തിൻ്റെ മോക്കൊക്കെ എടുക്കാണ്ടേനി. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ പോന്നിട്ടാ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ ചെയ്തതിന് ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ബില്ല് ചെയ്യാൻ നേരത്തും മക്കൾ ഇത് അവിടെയൊക്കെ ടോയ്സ് മുടിക്കുന്നത് അങ്ങനെ കുട്ടികൾക്കുള്ള പെൺകുട്ടികൾക്കുള്ളതും ആൺകുട്ടികളൊക്കെ ഉണ്ട്. അതിന് ഓരോന്നെടുത്ത് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. ഇതാണ്ട ഒരാളൊന്നെടുത്തുന്നു. നല്ല രസമാണ്. വിലയിട്ട് പോയാൽ നല്ല ടൈം പാസ്സാണ്. കടയിൽ നിന്നൊക്കെ ഓടി ഇവരെ വെയ്യാൻ നടക്കണം, ഒരാൾ ഓടണം. പിന്നെ അങ്ങനെയൊക്കെ ആയി ഞങ്ങൾ ഇതിലൊക്കെ ചെയ്ത് വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ പുറത്തൊക്കെ ഇറങ്ങിയപ്പം ഈ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ഇതുണ്ട്. അതങ്ങനെ മുന്നിലുണ്ടാവും, കുട്ടികളൊക്കെ വാങ്ങുമല്ലോ. ഒരു കച്ചവടം കിട്ടുന്ന ഒരു ഏരിയ ആണല്ലോ അങ്ങനത്തെ സ്ഥലത്ത്. അപ്പോൾ ഞാൻ ചോദിച്ചവരോട് ഇത് വീഡിയോ എടുക്കട്ടെ വെച്ചപ്പോൾ ഞാൻ എടുത്തോളി പറഞ്ഞു. അങ്ങനെ കുട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോൾ അപ്പോൾ ഇങ്ങനെ ആക്കണമെന്നതിനോട് ഇത് വീഡിയോ എടുത്തോളി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തതാണ്. അങ്ങനെ അതൊക്കെ മക്കൾക്ക് 3 വാങ്ങിക്കൊടുത്ത് 5 റിയാലാണ് കേട്ടോ ഇതിന്. അതിൽ പിന്നെ നമുക്ക് എന്തൊക്കെ സോസ് വേണം, ഏത് സോസാണ് വേണമെങ്കിൽ ഒരു പറഞ്ഞ പോലെ അതിലാക്കി തരുന്നുണ്ടാവും. നമ്മൾ ടൊമാറ്റോ സോസ് ആക്കി ഞാൻ മക്കൾക്ക് കൊടുത്തു. മക്കൾക്ക് ഇഷ്ടമാണ്. ഇനിമോൾ ഇതിന് വേണമെങ്കിൽ ഇടയ്ക്ക് മയോണൈസും ചോദിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നടക്കും. ഓലോടൊക്കെ എല്ലാവർക്കും വാങ്ങി 3 5 റിയാലിന് 4 വാങ്ങി. മോക്കും എനിക്കും കൂടെ 3 വാങ്ങിയാണ്ട് ഞങ്ങളവിടെ ഇരുന്നൊക്കെ കഴിച്ചൊക്കെ ചെയ്ത്. പിന്നെ 5 റിയാലിൻ്റെ കടയിലും പോവാണ്ടേനി. അപ്പോൾ അത് പോയിന്, അതിൻ്റെ വീഡിയോ ഇതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിച്ചപ്പോൾ അവിടെ വെച്ച് നിർത്തിക്കാണ്. എന്താ തിന്നണേ? പിന്നെന്താ തിന്നണേ? മയോച്ചി. പിന്നെന്താ അത്? ഫ്രഞ്ച് ഫ്രൈസ്. ഇതെന്താ പറയാ മോനെ? അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.